ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൈജുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കഫ്കയെ ലെനോ ബാക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അതിനായി അവൻ കഫ്കയെ അവന്റെ മുതുകിൽ ചുമക്കാമെന്ന് സമ്മതിക്കുന്നു. അതുകണ്ട് അവിടെയുള്ളവരെല്ലാം അവനെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. ഇതൊന്നും വകവെക്കാതെ അവർ ഇരുവരും ഷിനോമിയെ സഹായിക്കാൻ അവളുടെ പിന്നാലെ പോകാൻ തീരുമാനിക്കുന്നു. എന്നിരുന്നാലും ഷിനോമിയ അതിവേഗത്തിൽ ഓരോരോ കൈജുകളെയായി കൊന്ന് മുന്നേറുന്നു. കൈജുകളെ കൊല്ലുന്ന കാര്യത്തിൽ അവളുമായി പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഷിനോമിയ അവസാനത്തെ കൈജുവിനെ കണ്ടുപിടിച്ച് അതിന്റെ നേരെ ഒരു ഗ്രനേഡ് എറിഞ്ഞ് അതിനെ കീഴടക്കി കൊല്ലുന്നു. ആ കൈജു കൂടി വീണതോടെ അവസാനഘട്ട പരീക്ഷ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഷിനോമിയ തൽക്ഷണം ആ പരീക്ഷ തീർത്തതിൽ കഫ്ക അതൃപ്തനാണ്. അവൻ അവൾക്ക് കുറച്ച് പതുക്കെ തീർത്താൽ എന്താ എന്ന് അവളെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇതേ സമയം ഷിനോമിയയുടെ പരാക്രമം കണ്ട് വൈസ് ക്യാപ്റ്റനായ ഷോഷിറോ അവളെ പുകഴ്ത്തുകയും മീന ആഷിറോ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നു 30 പേർ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, എന്നാൽ ഷിനോമിയയുടെ സാന്നിധ്യം കാരണം ആരും ഉപേക്ഷിച്ചില്ലെന്നും എല്ലാവരും ചെറിയ പരിക്കുകളോടെ പാസ്സായി എന്നും പറയുന്നു. എന്നാൽ ആ സമയം ഷിനോമിയെ കാണിക്കുന്നു. അവൾ ചെറുപ്പത്തിൽ അവളുടെ അച്ഛന് നൽകിയ വാക്കുകളെക്കുറിച്ച് ഓർക്കുകയാണ്. എല്ലാരിലും ഒന്നാമതായി വിജയിക്കുക എന്ന് തന്റെ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞ അഭിമാനത്തോടെ ഷിനോമിയ സമാധാനപ്പെടുന്നു. ശേഷം തന്റെ ജോലി കഴിഞ്ഞു എന്ന പ്രതീക്ഷയിലൂടെ കഫ്കയെ കണ്ട് കളിയാക്കുവാൻ ഷിനോമിയ തിരിഞ്ഞു നടക്കുന്നു. എന്നാൽ അവളുടെ പിന്നിൽ ഒരു പുതിയ കൈജുവിനെ കാണിക്കുന്നു. ആ കൈജു ഏകദേശം ഒരു മനുഷ്യനെ പോലെയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും കഫ്കയുടെ കൈജു മാതിരി വേറെ ഒന്ന്. അതിപ്പോൾ അവളുടെ നേരെ കൈ ചൂണ്ടുകയും അവളുടെ നെഞ്ചു തുളയ്ക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ലെനോയും കഫ്കയും തറയിൽ തളർന്നു കിടക്കുന്നത് കാണിക്കുന്നു. അവർക്ക് പറയാൻ ഷിനോമിയയുടെ നിരവധി കുറ്റങ്ങൾ ഉണ്ടെങ്കിലും കഫ്ക അവളെപ്പറ്റിയുള്ള വിസ്മയം പ്രകടിപ്പിക്കുന്നു. ലെനോയും കഫ്കയോട് യോജിക്കുന്നു. അപ്പോഴാണ് അവരുടെ അടുത്ത് മരിച്ചുവെന്ന് കരുതിയ കൈജുകളെല്ലാം പുനർജീവിക്കാൻ തുടങ്ങുകയാണ്. അവർക്കൊന്നും മനസ്സിലാവാതെ നിൽക്കുന്നു. ഇതിനെ തുടർന്ന് ഷിനോമിയെ കാണിക്കുന്നു. അവളുടെ പരിക്കുകൾ കാരണം എഴുന്നേറ്റ് നിൽക്കാൻ അവൾ പ്രയാസപ്പെടുന്നു. അപ്പോഴാണ് ആ കൈജുവിന് സംസാരിക്കാൻ കഴിയുമെന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ തറയിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ആ കൈജു അവളെ പരിഹസിക്കുകയാണ്. അവൾ എണീക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻവിസിബിളായ ബ്ലേഡുകൾ കൊണ്ട് അവളുടെ പരിക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയം കമാൻഡ് റൂമിൽ വാണിംഗ് അലാറം മുഴങ്ങുന്നു. നേരത്തെ നിർജീവമായ കൈജുകൾ ചലിക്കാൻ തുടങ്ങുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. സാധാരണ കൈജുകൾ റിവൈവായി വരാറില്ലെന്നും ഇത് കൈജുകൾക്ക് സാധാരണമായി ഉണ്ടായിരിക്കുന്ന കഴിവല്ലെന്നും ഷോഷിറോ അത്ഭുതപ്പെടുന്നു. കൈജുകൾ റിവൈവ് ആകുന്നതിനു പുറമെ ഉയർത്തെണീക്കുന്ന ഓരോ കൈജുവിന്റെയും ശക്തി പഴയതിനേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മീനയും വൈസ് ക്യാപ്റ്റൻ ഷോഷിറയും അവിടേക്ക് നേരിട്ട് ചെന്ന് കൈജുകളെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ഇതിനുശേഷം പരീക്ഷാർത്ഥികൾക്ക് അവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു. പരുക്കുകൾക്കിടയിലും ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ വരുമ്പോഴേക്കും കൈജുകൾ കൂടുതൽ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് തുടരുമെന്ന് മനസ്സിലാക്കിയ ഷിനോമിയ തന്റെ അവസാന ശ്വാസം വരെ ആ കൈജുവിനെ നേരിടാൻ തീരുമാനിക്കുന്നു. കൂടാതെ തന്റെ അച്ഛൻ തന്നിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അവൾ ഓർക്കുന്നു. അവളുടെ അച്ഛന്റെ അംഗീകാരം ആഗ്രഹിച്ച് അവൾ ആ കൈജുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ കൈജു അവളെ അടിച്ചു തെറിപ്പിക്കുകയും അവൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്യുന്നു. പരിക്കേറ്റ് വീണ് കിടക്കുമ്പോൾ ഷിനോമിയ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അതിൽ അവളുടെ കുട്ടിക്കാലം കാണിക്കുന്നു. ഡിഫൻസ് ഫോഴ്സ് എൻട്രൻസ് എക്സാമിൽ ഒന്നാമതായി വരുന്ന അവളെ കൂട്ടുകാർ അഭിനന്ദിക്കുന്നതും അവളെ നോക്കി അസൂയപ്പെടുന്നതും കാണിക്കുന്നു. തുടർന്ന് കുട്ടി ഷിമോണിയ തന്റെ നേട്ടത്തിൽ അഭിമാനിക്കുകയും
തന്റെ നേട്ടത്തെക്കുറിച്ച് അച്ഛനോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും മകളിൽ നിന്ന് ഈ വിജയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ മകളുടെ ആവേശത്തിൽ അയാൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്റെ അച്ഛനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ അവൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ആ ഫ്ലാഷ് ബാക്ക് തീരുന്നു. അവൾ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ആ കൈജുവെ തടയാൻ ശ്രമിക്കുന്നു. ഷിമോണിയ തന്റെ ഓരോ ആക്രമണത്തിലും അവളുടെ പിതാവിന്റെ വാക്കുകൾ ഓർക്കുന്നു. എന്നാൽ അവൾ ആക്രമിക്കുന്തോറും ആ കൈജു ഇപ്പോഴും പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഷിനോമിയ പരാജയം സമ്മതിക്കാൻ തുടങ്ങുന്നു. അവൾ സ്വയം തന്റെ അച്ഛനോട് ക്ഷമ ചോദിക്കുന്നു. ഈ സമയം കൈജു ആക്രമിക്കാൻ തുടങ്ങുന്നത് ഡ്രോണിലൂടെ സോഷുറയും മീനയും കാണുകയും അവിടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഷിനോമിയ തന്റെ പ്രതിരോധമെല്ലാം ഉപേക്ഷിച്ച് കൈജുവിന്റെ ആക്രമണത്തിന് ഇരയാകുവാൻ തുടങ്ങുന്നു. ആ കൈജു അതിന്റെ വായിൽ ഒരുപാട് എനർജി കളക്ട് ചെയ്യുകയും അത് ഷിനോമിയക്കെതിരെ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഷിനോമിയയുടെ മുന്നിലേക്ക് കഫ്ക എത്തുകയും കൈജുവിനെ തടയുന്നതിൽ താൻ മികച്ച ജോലി ചെയ്തു എന്ന് അവളോട് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അവളുടെ മുന്നിൽ വെച്ച് കഫ്ക കൈജുവായി മാറുന്നു. നേരത്തെ കൂടെ യുദ്ധം ചെയ്തിട്ടില്ലാത്ത പ്രതിരോധ സേനയിലെ ശേഷിക്കുന്ന അംഗങ്ങളെയെല്ലാം പരീക്ഷാ സ്ഥലത്തു നിന്നും ഒഴിപ്പിക്കാൻ ആ കൈജുവിനെ എല്ലാം തടഞ്ഞു നിർത്തിയ ഷിനോമിയയുടെ പോരാട്ട വീരത്തെ കഫ്ക മനസ്സിലാക്കുന്നു. അപ്പോൾ ലെനോ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്നത് കാണിക്കുന്നു. അവനൊന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ ഷിനോമിയെ രക്ഷിക്കാൻ കഫ്ക അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് കഫ്ക തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും കൊല്ലപ്പെടുവാനുമുള്ള സാധ്യത ഉണ്ടെന്ന് ലെനോ ഭയക്കുന്നു. പക്ഷേ കഫ്കയെ അടുത്തറിയാവുന്നത് കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യം വന്നു കഴിഞ്ഞാൽ അവൻ തീർച്ചയായും പോകുമെന്ന് ലെനോ പറയുന്നു. അപ്പോൾ സ്ഫോടനത്തിന്റെ പുകപടലങ്ങൾ മാറുമ്പോൾ കൈജുവിന്റെ രൂപത്തിലുള്ള കഫ്കയെ കണ്ട് ഷിനോമിയ ഞെട്ടുന്നു. പക്ഷേ ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ കഫ്ക അവളോട് അപേക്ഷിക്കുന്നു. അവൾ ഉത്തരം പറയും മുന്നേ കൈജു അവരെ ആക്രമിക്കുന്നു. കൈജുവിനെ നേരിട്ടതിനു ശേഷം താൻ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് കഫ്ക ഷിനോമിയയ്ക്ക് ഉറപ്പ് നൽകുന്നു. കഫ്ക ആ കൈജുവിനെ നേരിടാൻ തയ്യാറാകുന്നു. അന്തരീക്ഷം മുഴുവൻ വൈബ്രേറ്റ് ചെയ്യും പോലെ ഷിനോമിയയ്ക്ക് തോന്നുന്നു. പെട്ടെന്ന് ഒരു ഊർജ സ്ഫോടനം വരുന്നതും അവൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടേക്ക് വരുന്ന മീനയും ഷോഷിറയും അന്തരീക്ഷത്തിലെ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നു. കഫ്ക മാരകമായ ഫോഴ്സിൽ ആ കൈജുവിനോട് യുദ്ധം ചെയ്യുകയും അതിനെ ഒറ്റയിടിക്ക് തന്നെ പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. ആ കൈജുവിന്റെ ശരീരഭാഗങ്ങൾ പിന്നെയും കൂടിച്ചേർന്ന് റിവൈവ് ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഫ്കയുടെ പ്രഹരമേറ്റതിനു ശേഷം അതിന് കഴിയുന്നില്ല. കൈജു ഇല്ലാതായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ഷിനോമിയെ നോക്കി പുഞ്ചിരിക്കുകയും വീണ്ടും മനുഷ്യനായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് അവളോട് ഈ മാതിരി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കരുതെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ സമയം ലെനോ കഫ്കയെ കണ്ടെത്തുകയും അവന്റെ ശക്തി വെളിപ്പെടുത്തിയതിൽ അവനെ ശകാരിക്കുകയും ചെയ്യുന്നു. കഫ്ക ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു. ഇത് കണ്ട് ഷിമോണിയ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ അവൾ വളരെ തളർന്നു പോയതിനാൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിനുശേഷം മീനയും ഷോഷിറയും സംഭവ സ്ഥലത്ത് എത്തുന്നു. മീനയും ഷോഷിറയും കൈജുവിന്റെ ഫൈറ്റ് നടന്ന പ്രദേശത്ത് എത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവർ ആ പ്രദേശം പരിശോധിക്കുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. കഫ്ക, ലെനോ, പിന്നെ ഷിമോണിയ എന്നിവരെല്ലാം സമീപത്തെ ഇവാക്വേഷൻ സെന്ററിൽ എത്തിച്ചേരുന്നു. പിന്നീട് ഈ വിവരം ഷോഷിറോയെ അറിയിക്കുന്നു. ഷോഷിറോ തന്റെ ചുറ്റുപാടുകളിലേക്കെല്ലാം നോക്കിയിട്ട് മീനയോട് ഷിമോണിയ തന്നെ ആയിരിക്കുമോ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സ്വന്തം നിലയിൽ ഈ ആക്രമണവും കൈജു നമ്പർ 8 ആക്രമണവും ഒരേപോലെയാണെന്ന് ഷോഷിറോ ഊഹിക്കുന്നു. ഒരു ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ ലെനോ കഫ്കയുടെ നേരിയ പരിക്കുകളിൽ ആശ്വസിക്കുന്നു. എന്നാൽ ഷിനോമിയ ബോധരഹിതയായിരുന്നുവെന്നും അവളെ സ്പെഷ്യൽ കെയറിലേക്ക് മാറ്റിയെന്നും പറയുന്നു. എന്നാൽ കഫ്ക
തനിക്ക് ഇനിയും ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ടെന്നും ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും സമ്മതിക്കുന്നു. എങ്കിലും താൻ ഇനി പിന്മാറുകയില്ലെന്ന് ഉറച്ചു പറയുന്നു. അപ്പോൾ മീന അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അവരുടെ മുറിയിലേക്ക് കിടന്നു വരികയും ചെയ്യുന്നു. കഫ്കയും ലെനോയും പെട്ടെന്ന് ഞെട്ടുന്നു. മീന കഫ്കയോട് ഷിനോമിയെ രക്ഷിച്ചതിൽ നന്ദി പറയുന്നു. കഫ്ക അവളോട് സംസാരിക്കാൻ മുതിരും മുന്നേ തന്നെ മീന അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഒരു സ്ഥലത്ത് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു കൈജു ഒരു ഫോണിലൂടെ വാർത്തകൾ നോക്കുകയും താൻ അയച്ച കൈജുകൾ ആരെയും ഇതുവരെ കൊന്നില്ലെന്നും മീന ആഷിറോ അത്രയും ശക്തിയുള്ളതാണോ എന്ന് അതിശയിക്കുകയും ചെയ്യുന്നു. ആ സമയം ആ ഫോണിലേക്ക് ഒരു കോള് വരികയും ആ കോളിൽ ഒരാൾ അവനോട് വേഗം ട്രാക്കിലേക്ക് എത്തിച്ചേരുവാൻ പറയുന്നു. ആ കൈജുവിനപ്പോൾ മനുഷ്യനായി രൂപാന്തരം സംഭവിക്കുകയും അവൻ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. ഇവിടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.